Yes, we have already seen this class. The speed of the moving train, faster than ferries and faster than bridges, houses and hedges, and charging a long like troops in a battle. And you should read it again and again and enjoy it. Try to read it again and again and then. So, okay, we shall finish the lesson, the poem. Okay. And there is the green of stringing the daisies. Stringing the daisies we have seen. Daisy, that is a kind of white flower in the middle. You say that, okay. And also yellow center, middle, yellow center with a yellow center. That is called. Okay, then. Our Talayati Vidigana Poiva. Here is a cart. Next, he happened to see a cart. Cart means drawn by horse, a cart. Vandi. Kudira vandi. Yes. A cart running away in the road. Here is a cart running in the road. Roadilude. Kudira velichu pondu pogunnoru vandi. Lumbing along. That means moving with difficulty. Prayasathodeyanu neengുന്നത്. കാര്യം ഒന്ന് വെറും വണ്ടിയല്ല. With load there is കണ്ട. With man and the load. The man means the driver ആയിരിക്കുക. ഓടിക്കുന്ന ആളാണ് ഡ്രൈവർ. And also load something inside the cart. കാർട്ടിനകത്ത് മറ്റെന്തെങ്കിലും കാണാം. അല്ലെങ്കിൽ വേറെ ആൾക്കാർ കാണും. യാത്രക്കാര പാസഞ്ചേഴ്സ് മേ ബി there or some other load. അങ്ങനെ ഭാരം വലിച്ചു പോകുന്ന ഒരു വണ്ടി കിതച്ച് കയറ്റം കയറുന്ന കാഴ്ച കണ്ടു. ലംബിങ് എലോങ് വിത്ത് മാൻ ആൻഡ് ലോഡ് കണ്ടോ. ലംബിങ് എലോങ് വിത്ത് മാൻ ആൻഡ് ലോഡ് കണ്ടോ. ഇത്ര മനോഹരമായ രീതിയിലാണ് വാട്ട് ആർ ദ വർണ്ണനകൾ. അതാണ് ദാറ്റ് മീൻസ് ബിംബങ്ങൾ. ദ പോയറ്റ് ക്രിയേറ്റ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇമേജസ് ഹിയർ. ബ്യൂട്ടിഫുൾ ഇമേജസ്. അത് കേൾക്കുന്നതുകൊണ്ട് ഇവിടെ കൂടുതൽ കാണുന്നതാണ്. കാണുന്ന കാഴ്ചകൾ കണ്ടോ. കാണുന്ന കാഴ്ചകൾ ഇതെല്ലാം നമ്മൾ ട്രെയിനിലൂടെ പോകുമ്പോൾ കാണുകയാണ്. കേൾക്കുന്ന കാഴ്ചകൾ കുറേ കേൾക്കുന്ന നമുക്ക് അവിടെ ഉണ്ട്. ട്രെയിനിൻ്റെ ആ ശബ്ദം ഇരമ്പൽ. ഓക്കെ. അപ്പോൾ കവിതയെ മനോഹരമാക്കാൻ വേണ്ടി കവികൾ ഒരുപാട് ട്രിക്കുകൾ ഉപയോഗിക്കും. അപ്പോൾ ദീസ് ആർ ദ എന്തിനു വേണ്ടിയാണ്? ടു മേക്ക് ദ പോയം മോർ ആൻഡ് മോർ അട്രാക്റ്റീവ് ആർ മോർ ആൻഡ് മോർ ബ്യൂട്ടിഫുൾ. കേട്ടോ. അതായത് വായനക്കാരൻ്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലുവാൻ ഉപയോഗിക്കുന്ന പൊടിക്കൈകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിലാണ് നേരത്തെ പറഞ്ഞ ബ്യൂട്ടിഫുൾ ഇമേജസ് ദ പോയറ്റ്സ് യൂസ്. തീർന്നില്ല, പിന്നെ ഉപയോഗിച്ചു ധാരാളമായിട്ട് പോയറ്റിക് ഡിവൈസസ് കൊണ്ടുവരുവാണ്. അതായത് ഒരുപാട് മാർഗങ്ങൾ കവി ഉപയോഗിക്കാറുണ്ട്. യു മേ ഹാവ് സീൻ ദാറ്റ് അലിറ്ററേഷൻസ് ദ പോയറ്റ്. ദെൻ റൈമിംഗ് വേഴ്സ് യു മേ സീ. Alliteration, rhyming words, then assonance you may have. But there are so many ways. Then also to compare something to, okay, there also simile may be there, metaphor may be there, simile may be there, metaphor may be there, personification. There are so many poetic devices. Poetic craft. കവിക്ക് കവിതയെ മനോഹരമാക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങൾ. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ അമ്മ നമുക്ക് വേണ്ടി കറിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മളെ പ്രീതിപ്പെടുത്തുവാൻ അമ്മമാർ ചില ഞുണുക്ക് വിദ്യകളൊക്കെ കറിയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഉണ്ടാകും എന്ന് ഞാൻ ധരിക്കുന്നില്ല. ഇന്ന് പലരും ജോലി ചെയ്യുന്നതിലൊക്കെ വിമുഖത കാണിക്കുന്നവരാണ്. പക്ഷേ പഴയ കൈകളൊക്കെ അങ്ങനെയല്ല. പഴയ അമ്മമാരൊക്കെ പ്രായം ചെന്നവരൊക്കെ അവർക്ക് ചില പ്രത്യേക ടെക്നിക്കുകളൊക്കെ ഉണ്ട്. പുതിയ തലമുറ കുറേയൊക്കെ അതൊക്കെ കണ്ട് പഠിച്ചവരുമുണ്ട്, പഠിക്കാത്തവരും ശ്രദ്ധിക്കാത്തവരുമുണ്ട്. അതൊരു കലയാണ്. ഓക്കെ. അതുപോലെ കവികൾ അവരുടേതായ കവിതകളെ അതിമനോഹരമാക്കുവാൻ വേണ്ടി, എന്നാൽ അണിയിച്ചൊരുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആഭരണങ്ങളാണ് കവിതാ കാമിനിയെ ആഭരണ വിഭൂഷിതയാക്കുവാൻ വേണ്ടി കവിമാർ ശ്രമിച്ചു. അവളുടെ സുന്ദരിയായ സ്ത്രീയാക്കുവാൻ വേണ്ടി അതിൽ ഉപമ ചേർക്കാം, പിന്നെ മെറ്റഫർ
ഉപമകൾ മെറ്റഫർ രൂപക അലങ്കാരം കൊടുക്കുക, രൂപക പെഴ്സോണിഫിക്കേഷൻ ദൃഷ്ടാന്തീകരണം കൊടുക്കുക, പിന്നെ തണ്ടഭാവം അതിശയോക്തി കൊടുക്കുക. ദർ ആർ സോ മെനി വേസ്. പിന്നെ ഉള്ളതാണ് മറ്റു ചുളുവിലുള്ള അലിറ്ററേഷൻ. അലിറ്ററേഷൻ അറിയാം all of you. We are going to see alliteration. After finishing the poem, we go back to the text. Okay. And then lumbing along with the man and the Lord. Kando. Apo the poet happened to see a cart. What was it doing? It is running, a runaway in the road, lumbing. That means with great difficulty carrying man and Lord. That also the poet see. Okay. Then, and here is a mill. Kandu ഒരു മില്ല്. And there is a river. ഒരു നദി കടന്നു, മില്ല് കടന്നു. മില്ല് അതൊരു വിൻ മില്ലായിരിക്കാം, കാര്യം ജലം തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാറ്റാടി മിൽ. ഓക്കെ, മിൽ. And there is a river. Each a glimpse and gone for a glimpse. A momentary view. Glimpse here means a momentary view. കണ്ടു, കണ്ടില്ല, ഒന്ന് കണ്ണടച്ച്. വിങ്ക് ഓഫ് ആൻ ഐ വി ഹാവ് സീൻ ആൾറെഡി. അതാണ് ഗ്ലിംസ്, എത്തി നോട്ടം. ഒന്ന് നോക്കി, എത്തി നോക്കിയതേ ഉള്ളൂ, അത് കടന്നു പോയി. എ ഗ്ലിംസ് കണ്ടു. ഗ്ലിംസ് ആൻഡ് ഗോൺ ഫോർ എവർ. ദാറ്റ് മീൻസ് എ മൊമെൻ്ററി വ്യൂ. അതും കണ്ടു. അപ്പോൾ എന്തെല്ലാം കണ്ടു എന്ന് വി ഹാവ് സീൻ all of you that. ആണ്. I shall read it once again. Please come with me if have you any doubt. Okay. Faster than fairies and faster than witches. No doubt fairies all of you know. Witches all of you know now. Bridges and houses, hedges and ditches. Faster than fairies, faster than witches. Bridges and houses, hedges and ditches. You read it again. Okay. And charging along like troops in a battle. Charging means moving forward, just like soldiers in a battlefield. പോർക്കളത്തിൽ പടയാളികൾ നീങ്ങുന്നത് പോലെ they are moving forward. All through the meadows, the horses and cattle happen to see cattle and also horses in the meadow, and they were grazing. All the sides of the hill and the plain, and also happen to see hill and plain land. All of the sides of the hill and plain fly as thick as driving rain. You underline that a simile is there. Fly as thick as driving rain. Okay. Painted station, whistle by. When it passes, then what happens? It gives whistle. Okay, whistling sound, producing. Here is a child who clambers and scrambles. Then happen to see a child who is climbing, and he is climbing a tree with much difficulty. He wants to collect brambles, and all by himself and gathering bramble. ഞാവൽപ്പഴം പറിക്കുവാൻ മരത്തിലേക്ക് ആയാസപ്പെട്ട് വലിഞ്ഞെഴിഞ്ഞ് കയറുന്നു. Then here is a tramp. Tramp means a wandering person, you know, നാടോടി. Okay, tramp who stands and gazes. Gazes means look thoroughly or fixedly. സൂക്ഷിച്ചു നോക്കുക, ഉറ്റു നോക്കുക. And here is a green for stringing the daisies, and also a meadow, a grassy land, and thousands of daisies and seen there. And it was saying farewell. It was saying farewell to the train. Train farewell പറയാണ്. പോയി വരൂ, പോയി വരൂ. തലയാട്ടി നിൽക്കുന്നു, മന്ദം മന്ദം തലയാട്ടുന്നു. നോക്ക്. Then here is a cart, run away in the road, lumbing along with man and load. കണ്ടോ, പാഴപ്പെട്ട് പ്രയാസപ്പെട്ട് റോഡിലിങ്ങനെ വണ്ടി വലിച്ചു പോകുന്ന കുതിര പാടുപെട്ട്, ചിലപ്പോൾ കയറ്റമായിരിക്കാം, അതിൽ ഭാരവും കയറ്റിപ്പോകുന്നു. ഓക്കെ. ആൻഡ് ഹിയർ ഈസ് എ മിൽ ആൻഡ് ദർ ഈസ് എ റിവർ, ഈച്ച് ഇൻ എ ഗ്ലിംസ് ആൻഡ് എ മൊമെൻ്ററി വ്യൂ. എല്ലാം കണ്ടു. ഓക്കെ. ദെൻ കം ഓൺ. Then let us revisit. Answer the following questions by selecting appropriate captions. Okay. And you please and look at the text. You know, page number 65. Then let us read. Answer the following. What is the poem about? All of you know what is the poem about.
4 answers are given here. You have to select the most apt answer. What is that? A fast moving train. D is the correct. A fast moving train and the people, places and things seen from it. What are the poems about? പോയത്തിൽ എന്തൊക്കെയാണ് ഇതിലുണ്ട്? എ സ്കാരി ജേണി, എ റൺഅവേ കാർട്ട് ആൻഡ് റോഡ് ഉണ്ട്. ദ ഇൻവെൻഷൻ ഓഫ് ദ സ്റ്റീം എൻജിൻ എങ്ങനെ കൊടുത്തിട്ടുണ്ട്? ഏറ്റവും ആപ്റ്റ് എ ഫാസ്റ്റ് മൂവിങ് ട്രെയിൻ ആൻഡ് ദ പീപ്പിൾ, പ്ലേസ് ആൻഡ് തിങ്സ് സീൻ ഫ്രം ഇറ്റ്. അതിലിരുന്ന് കൊണ്ട് കണ്ട സ്ഥലങ്ങൾ ഒക്കെയാണ് ഇത്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ എയിം ഓഫ് ദ പോയറ്റ് വൈൽ റൈറ്റിംഗ് ദ പോയം ഫ്രം റെയിൽവേ കാരി? വാട്ട് വാസ് ദ എയിം ഓഫ് ദ പോയറ്റ്? കവിയുടെ ആവശ്യം എന്താണ്, ആഗ്രഹം എന്തായിരുന്നു? എന്തായിരുന്നു? 4 answers are given here. Understand? You try to read it. We have only limited time. Look at it. C is the correct answer. To tell readers about his experience on a train. അപ്പോൾ he wants to say his experience on a train journey. ഒരു ട്രെയിൻ യാത്രയിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ്. on a train. On a train, not in a train, on a train. The preposition on. Be careful. On a train. And you try on a train, not in a train. On a train. Okay. Then, to tell readers about his experience on a train. Okay. Then come to next question. Read the line from the poem. Here is a beggar who stands and gazes. Which word has almost the same meaning of gaze? Gaze നമ്മൾ നേരത്തെ കണ്ടു. സൂക്ഷിച്ച് നോക്കുക. ആ വാക്കിന് അർത്ഥം വരുന്ന ഏത് വാക്കുണ്ടെന്ന് നോക്കുക. ശരിക്ക് സിറ്റ്സ്, ഇരിക്കുക. ആൻഡ് സ്ക്രീംസ്, ഇഗ്നോർസ്, ഏതാണ്? ലുക്സ്. ഓക്കെ, യു ടിക്ക് ഇറ്റ്. ലുക്സ് ഈസ് ദ റൈറ്റ് ആൻസർ. സോ ദ കറക്റ്റ് ആൻസർ യു പ്ലീസ് ടിക്ക് ഇറ്റ്. What is similar about words witches and ditches? Witches we have seen and ditches also we have seen. Bridges and witches and ditches. What is the both are the middle of the line, rhyme with each other. രണ്ടിലെ മധ്യത്തിൽ റൈം ഉണ്ടെന്നാണ്. Both are at the end of line, rhyme with each other. നോക്കേ, look at here. നോക്കേ, witches yes, ditches yes. അപ്പോൾ അവയിലെ അവസാന ഭാഗത്ത് end there is a rhyme. Okay, then B is the right answer. B is the right answer. Then fifth, how do the troops resemble the train? എങ്ങനെ ട്രെയിനുമായിട്ട് സാദൃശ്യം വരുന്നു നോക്കിയേ. They are faster than ferries and faster than അല്ല, no. They charge along. They charge along means rush along. പാഞ്ഞു പോകുക, charge along. So put a tick there, charge along. In what ways are the child and the tramp different? Charge and tramp. In what ways are the child and the tramp different? ഈ ട്രാമ്പും ചൈൽഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക്, കുട്ടി എന്താണ് ചെയ്യുന്നത്? He was climbing to collect brambles. ഞാവൽപ്പഴം പറിക്കാൻ വേണ്ടി with great difficulty he was climbing by himself. We have seen. മറ്റേ ആൾ എന്താ ചെയ്യുന്നത്? ട്രാമ്പ് എന്താണ് ചെയ്തതെന്ന് we have seen that. He was standing and gazing. Okay, look at it. What is? The child is clambering and scrambling and the tramp is standing and gazing. B is the right answer. Put it. B is the. What are the last two things seen from the railway carriage? ആ റെയിൽവേ കാരേജിൽ, ആ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് അവസാനമായി കണ്ടത് എന്തൊക്കെയാണെന്നാണ്. എന്തൊക്കെയാണ്? ലുക്ക് അറ്റ് ഹിയർ. മിൽ ആൻഡ് കാർട്ട്, വണ്ടിയും മില്ലും. മാൻ ആൻഡ് റിവർ, മാൻ ആൻഡ് കാർട്ട്. എ മിൽ ആൻഡ് എ റിവർ. D is the right answer. Put a tick there. D is the right answer. Then come on. In what order are the people and the things seen from the railway carriage? എങ്ങനെയാണ് കണ്ടതെന്നാണ്. In what order the people and the things seen from the railway carriage? Railway carriage ആ ട്രെയിനിൽ ഇരുന്ന് കൊണ്ട് എങ്ങനെയാണ് കണ്ടത്? Look at here. A beggar, child, cart, mill, river. A cart, child, a beggar, river, a child. ഏതാണ്? C. A child. Okay. A beggar. Okay. A cart. Okay. A mill. Okay.
and a river. C is the right answer. Okay. Read the lines from this hill. And ever again in the wink of an eye, painted stations whistle by. And ever again in the wink of an eye, painted stations whistle by. Why does it seem that the painted stations appear and disappear in the wink of an eye? കണ്ടു കണ്ടില്ല പെട്ടെന്ന് ഞൊടിയിടയിൽ മറഞ്ഞുപോയി. Why does it seem to paint a station appear and disappear? എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ മറഞ്ഞുപോയി? അറിയാലോ എന്തുകൊണ്ടാണ്? അതിൻ്റെ സ്പീഡ് കൊണ്ടാണ്. ഓക്കെ. Look at 4 answers are given here. As they are seen from the window of a fast moving railway carriage. Last D. Because the poet was sitting എങ്ങനെയുള്ളതാണ്? എ ഫാസ്റ്റ് മൂവിങ് റെയിൽവേ carriage ആണ്. ആൻഡ് ദേ ആർ സീൻ ഫ്രം ദ വിൻഡോ. അപ്പോൾ എവിടെ കൂടെ നോക്കണം? ജനലിലൂടെയാണ് നോക്കുന്നത്. ജനലിലൂടെ. ഓക്കെ. റീഡ് ദ ലാസ്റ്റ് ലൈൻ പോയം ഈച്ച് എ ഗ്ലിംസ് ആൻഡ് ഗോൺ ഫോർ എവർ. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദിസ് ലൈൻ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് ലൈൻ? Then read the last line of the poem. Each a glimpse and gone forever. What does the poet mean by this line? പെട്ടെന്ന് കണ്ടു മറഞ്ഞു, ഓടി ഞൊടിയിടയിൽ മറഞ്ഞു. എന്താ ഉദ്ദേശം? Answer C. You only get a quick look at something as you pass by, never to see it again. Because you can't see it again. It has gone. പെട്ടെന്ന് already ഡിസപ്പിയർ. പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇനി ഒന്ന് കാണാൻ പറ്റില്ല. കാണണമെങ്കിൽ വേറെ വണ്ടിയിൽ കയറി വരണം. ഓക്കെ. Look at here. 11. In the poem certain words and cluster of letters. Cluster. അടുത്തടുത്ത് ഗുലയായി കാണുന്ന ലെറ്റർ ES are repeated. ES. Can you list out on the repeat words and the cluster of letters from the poem? അതിൽ നിന്ന് നിങ്ങളിതിനെ കളക്ട് ചെയ്യുക. ഒരുപാടുണ്ട്. ഒന്ന് രണ്ടെണ്ണം പറയാം. ഫെയറീസ്, വിച്ചസ്, ES ഉണ്ട്. ഫെയറീസ്, ദെൻ ഹൗസസ്, ഹെഡ്ജസ്, ditches, and so many words are there. Then you collect more and more words. And why these words are given like this? What is the reason? Because the poet wants or to enhance the musical quality of the poem. Because the poet wants to enhance the musical quality of the poem. That is, such words are used. Understand? The poet. Because he wants to make his poem more and more beautiful. Understand? About then only the readers should enjoy and appreciate it. That is the reason. Understand? അപ്പോൾ കവിതകൾ ഇങ്ങനെ എഴുതുമ്പോൾ കവിമാരെ പുകഴ്ത്തുവാനും അവരെ കവിതകൾക്ക് കൂടുതൽ വായനക്കാരുണ്ടാകാനും പ്രശസ്തിയും പേരും ഉണ്ടാക്കുവാനും ഒക്കെ ഈ രീതിയിലുള്ള ടെക്നിക്കുകൾ ആവശ്യം. ഓക്കെ. അപ്പോൾ എന്താണ്? റിപ്പറ്റിഷൻ എൻഹാൻസ്. അപ്പോൾ ദ റിപ്പറ്റിഷൻ എൻഹാൻസ് ദ മ്യൂസിക്കൽ ക്വാളിറ്റി ഓഫ് ദ പോയം. ദെൻ ഇനി എവിടെയെങ്കിലും നിൽക്കുന്നില്ല. ആൻഡ് വി ആർ ഗോയിങ് ടു സം അതർ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ലുക്ക് അറ്റ് ഹിയർ. ദെൻ കം ടു ആക്ടിവിറ്റി 2. And the above activity 1 of you can do it. Then imagine that you are in a train passing through the number name any 5 scenes you have seen. Okay, then you can write and prepare for it. Okay, then in the activity 1, you with the tester, with the help of the text, you then prepare it yourself. Then here we are faster, battle, cattle, kando, whistle, words describing the sound in a describe ചെയ്യുന്നത്. പിന്നെന്താ? വേർഡ്സ് ഡിസ്ക്രൈബ് മൂവ്മെൻറ്റ്, ചലനം. ആ വാക്കുകൾ നിങ്ങളതിൻ്റെ വാക്കുകൾ വേർഡ്സ് ആർ ഗിവൺ ബിലോ. ദെൻ യു ഹാവ് ടു മേക്ക് എ സെലക്ഷൻ. ദാറ്റ് ഈസ് ഓൺലി എ സിമ്പിൾ വൺ. ദെൻ ലുക്ക് അറ്റ് ദ വേർഡ്സ് ഫ്രം ദ പോയം. ഡോണ്ട് ദേ സൗണ്ട് സിമിലർ? വിച്ചസ്, ഡിച്ചസ്, കാറ്റിൽ, ബാറ്റിൽ. വിച്ചസ്, ഡിച്ചസ്, കാറ്റിൽ, ബാറ്റിൽ. വാട്ട് യു സേ ദാറ്റ്? ദർ ഇസ് എന്താണ്? റൈമിങ് വേർഡ്സ്. റൈം. ദർ ഈസ് എ റൈം. അപ്പോൾ ടു മേക്ക് ഇറ്റ് മോർ ആൻഡ് മോർ അട്രാക്റ്റീവ്, റിത്തമാറ്റിക്, താളാത്മകമാക്കുവാൻ വേണ്ടി കവി ഉപയോഗിച്ച മാർഗങ്ങളുണ്ട്. വിച്ചസ്, ഡിച്ചസ്, ദ വേർഡ് എൻഡേഴ്സ് ES, ES. കാറ്റിൽ, ബാറ്റിൽ. കേട്ടോ? കാറ്റിൽ, ബാറ്റിൽ, ദ സെയിം വേ. These are rhyming words. These are called rhyming words. All of you know rhyming words. You can find out rhyming words also. And also examination, such a question
would come, appear. Okay. Rhyming. They make the poem more musical. Find out pairs of rhyming words from the poem. You can find out so many rhyming words. Battle, cattle. Plain, rain. I, buy. Scramble, bramble. Road, load. River, furrow. You can find out. No, I am not going to standing there because it is an easy one. You can find by yourself. You have to do the work by yourself. Then only you can find out later also. Understand? Try best. Okay. പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും. അങ്ങനെ. അപ്പോൾ പലവട്ടം വീണിട്ടാണ് അതിൽ നിന്ന് തെറ്റിൽ നിന്നാണ് ശരിയിലേക്ക് നാം പോകുന്നത്. Try your level best to collect such things. Battle, cattle. Plain, rain. I, buy. Scramble, bramble. Road, load. Okay. Then activity 3. Look at here. It is an important one. You have to study well because in future also you need it. 9th standard, 10th standard, there also you need these things because you need these things. Okay. Then അവിടെ എല്ലാം നമ്മളെ poetic craft, poetic device, കവിയുടെ ഞുറുങ്ങു വേലകൾ കവിതയെ മനോഹരി ആക്കുന്നു. നോക്കിയാണ്. In this poem, the poet uses 2 similes. 2 simile ഉപയോഗിച്ചു. ഉപമ. എന്താണ് ഉപമ? A direct comparison of 2 unlike things. Direct comparison of 2 unlike things. യാതൊരു ബന്ധവുമില്ലാത്ത 2 വസ്തുക്കളെ അതുപോലെയാണ് എന്ന് പറയുന്ന രീതിയാണ്. അതിൽ കവി ഉപയോഗിക്കുന്ന 2 വാക്കുകൾ, ഒന്ന് ആസ്, മറ്റൊന്ന് ലൈക്ക്. ആസും ലൈക്കും ഉപയോഗിച്ച് 2 വസ്തുക്കൾ താരതമ്യപ്പെടുത്തി പറഞ്ഞാൽ, താരതമ്യം, ഒന്നൊന്നിനോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്. പഠിച്ചിരിക്കും മലയാളത്തിൽ. ഒന്നൊന്നിനോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്. ഉപമ അറിയാലോ. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ മുഖം ചന്ദ്രനെ പോലെ വിളങ്ങുന്നു. വല്ല ബന്ധമുണ്ടോ ചന്ദ്രന്? എവിടെ? രാജാവിൻ്റെ മുഖം എവിടെ? കണ്ടോ? As shines the moon in the clouded sky, she in her poor attire was seen. ആകാശത്ത് ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ, എങ്ങനെ? മേഘപാളികൾക്കിടയിൽ മറഞ്ഞതുപോലെ അവൾ, the beggar maid was seen, അവൾ കാണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭിക്ഷക്കാരി, സുന്ദരിയായ പരമസുന്ദരി, അവളുടെ കീറിപ്പറിഞ്ഞ് അഴുക്ക് വിരണ്ട വസ്ത്രങ്ങളിൽ കണ്ടത് അപ്രകാരമാണെന്നാണ്. ചന്ദ്രനെ പോലെ കാന്തിയുള്ളവൾ, പക്ഷേ ചന്ദ്രനെ മേഘങ്ങൾ മറച്ചിരിക്കുന്നു. അതുപോലെ ഇവളുടെ ഈ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ അവളുടെ സൗന്ദര്യത്തെ മറച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ. ദെൻ അപ്പോൾ സിമിലി എന്താണ്? സിമിലി എ ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് 2 unlike things. A direct comparison of 2 unlike things using ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നത്? ആസ്, as, അല്ലെങ്കിൽ ലൈക്ക്, LIKE. ഇങ്ങനെയുള്ള 2 പദങ്ങളുണ്ടെങ്കിൽ, ആ പദങ്ങളില്ലാതെയാണ് ഉപമിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മെറ്റഫർ എന്നാണ്. രൂപകാരം, മെറ്റഫർ. ഇപ്പോൾ ഈ പാഠത്തിലില്ല. ഇനി അടുത്ത പാഠത്ത് വരികയാണെങ്കിൽ we shall explain then. Now we leave it. Okay. Then you have to collect it from these 2 similes are there. Like as you can collect it. Charging a long like troops in a battle all through the meadows and corners. Charging a long like. Like troops in a battle. Like, the word like is used there. Understand? There. All of the sides of the hills and the plain fly as thick as is used. But do you collect it? You do it. I just only read it. Okay. You collect it from the text. You can do it. Okay. Then underline the initial sound of words repeated in the given line. ഈ കൊടുത്തിരിക്കുന്നതിലെ initial sound. Faster, far. Then fairies. Faster. Underline F. You underline that. Faster than fairies and faster than witches. Bridges and houses. H. Underline hedges. Houses and hedges. Here, now underline the vowel sound repeated. ഇനി അതിലെ vowel sound repeat ചെയ്ത vowel sound. Vowel, you know vowel letters. How many vowel letters are there? 5. Okay. A, E, I,
O U. A E I O U. Those are vowel letters. വവൽ ലെറ്റർ 5 ലെറ്ററുണ്ട്. പക്ഷേ ആ ലെറ്ററിൻ്റെ ഉച്ചാരണങ്ങൾ വ്യത്യസ്തമാണ്. അതിന് അക്ഷരങ്ങൾക്കല്ല സാധാരണ നമ്മൾ എന്തിനു വേണ്ടിയാണ് വവൽ അക്ഷരങ്ങൾ പ്രത്യേകത അതിപ്പോൾ എവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഐ ആം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഹിയർ ബിക്കോസ് യു ടേക്ക് മച്ച് ടൈം ലേറ്റർ വി ഷാൽ. ഓക്കെ ദെൻ അപ്പോൾ AEIOU ഈ വാക്കുകൾക്കിടയിൽ വന്നിരിക്കുന്ന വവ്വൽ അക്ഷരങ്ങൾ നോക്കിയേ. ഫാസ്റ്റർ അതിനകത്തൊരു എ ഉണ്ടല്ലോ. ഓക്കെ. ഫെയറീസ് അവിടെ എയും ഐയും ഒക്കെ ഉണ്ട് കണ്ടല്ലോ. അടുത്ത ഫാസ്റ്റർ എഫ് എയും ഇയും ഒക്കെ ഉണ്ട്. വിച്ചസ് ഐ ഉണ്ട് ഇ ഉണ്ട്. ഓക്കെ. AEIOU. അടുത്ത് ബ്രിഡ്ജസ് ഐ ഉണ്ട് ഇ ഉണ്ട്. ഓക്കെ. ഹൗസസ് ഓ ഉണ്ട് ഇ ഉണ്ട്. ഹെഡ്ജസ് ഇ ഉണ്ട് 2 ഇ ഉണ്ട്. ഡിച്ചസ് ഐ ഉണ്ട്. There are words. Then here, alliteration. എന്താണ് alliteration? Alliteration എന്ന് പറഞ്ഞാൽ ഓക്കെ റിപ്പറ്റിഷൻ ഓഫ് ഇനിഷ്യൽ കോൺസണന്റ് സൗണ്ട് ഓഫ് വേർഡ്സ് ഇൻ എ ലൈൻ. ഒരേ വരിയിൽ അടുത്തടുത്ത് വരുന്ന കോൺസണന്റ് സ്വരാക്ഷര ശബ്ദം അല്ലെങ്കിൽ സ്വരാക്ഷരം കൊണ്ട് അക്ഷരം കൊണ്ട് തുടങ്ങുകയോ ശബ്ദത്തിനാണുള്ള ശബ്ദം പ്രാധാന്യം. ഇപ്പോൾ ആദ്യം നോക്കാം. ഫാസ്റ്ററിൽ എഫ് ഉണ്ട്, ഫെയറീസിൽ എഫ് ഉണ്ട്, അടുത്ത ഫാസ്റ്റിൽ എഫ് ഉണ്ട്, അടുത്ത ഹൗസിൽ എച്ച് ഉണ്ട്, അടുത്ത എച്ച് കണ്ടു അടുത്തടുത്ത് വന്നിരിക്കും. ഇങ്ങനെ വരുന്നതിനാണ് എന്താ പറയുന്ന അലിറ്ററേഷൻ. എന്താ പറയുന്ന അലിറ്ററേഷൻ. അനുപ്രാസം എന്ന് പറയും. എന്താ പറയുക അനുപ്രാസം. അലിറ്ററേഷൻ അനുപ്രാസം. നിങ്ങൾ കേട്ടിയ അരിവൻ പടയും 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 പരിചിനൊടിടി നാദമൊക്കെ വെടിയും വെടിയും മുകിൽ നടുക്ക് ഒടിയും കൊടിയും കണ്ടോ. സുരേന്ദ്രദൃഷ്ടി പൊടിയും പൊടിയും കണ്ടു കണ്ടിരിക്കുമല്ലോ. ഐ സാ എ സായർ സായിങ് വിത്ത് എ സ. ഐ സാ എ സായർ സായിങ് വിത്ത് എ സ കണ്ടു. മലയാളത്തിൽ കാന്തനു കാന്തി കുറഞ്ഞതു കാണുമ്പോൾ എത്ര കാന്ന് നോക്കിയാൽ കാന്തനു കാന്തി കുറഞ്ഞതു കാണുമ്പോൾ കാന്തമാർ കാന്തിയും മങ്ങുമല്ലോ കണ്ടോ. കാക്ക. അപ്പോൾ ഇങ്ങനെ ഒരു ഈ വ്യഞ്ജനാക്ഷരത്തിൻ്റെ ആവർത്തനം, വ്യഞ്ജന ശബ്ദത്തിൻ്റെ ആവർത്തനം അതൊരു വരിയിൽ അടുത്തടുത്ത് വരും. അതാണ് അലിറ്ററേഷൻ. അനുപ്രാസം. മനസ്സിലായ അനുപ്രാസം കണ്ടല്ലോ. ഇതാണ് അനുപ്രാസം എന്നാ പറയുന്നത്. അനുപ്രാസം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ assonant. Repetition of vowel sounds in a line. Vowel sound in a line. Assonant. It is called assonant. Vowel ശബ്ദങ്ങൾ vowel sound. Repetition of vowel sound in a line. ഒരേ ലൈനിൽ vowel sound വരികയാണെങ്കിൽ അതിനെയാണ് ഇത് പറയുന്ന assonant. Then we shall